നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ലൈസൻസുകൾ വേണമെന്നുള്ളതാണ്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ മറ്റു ബിസിനസ്സുകളെ പോലെ അല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കാരണം ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. മനുഷ്യൻ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു വസ്തുവാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാവണം. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടുന്ന കുറേ ലൈസൻസുകളുണ്ട്. അതിൽ ആദ്യത്തെ ലൈസൻസാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് വേണ്ടത് ട്രേഡ് ലൈസൻസ് ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നമ്മളുടെ ഏരിയയിൽ ഏതാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അത് പഞ്ചായത്താവാം, അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ആവാം, കോർപ്പറേഷൻ ആവാം, അവരാണ് ഈ ട്രേഡ് ലൈസൻസ് നമുക്ക് തരേണ്ടത്. അതിനുള്ള നടപടികൾ ഇങ്ങനെയാണ്. ട്രേഡ് ലൈസൻസ് തരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്കിലും ആ ട്രേഡ് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ കണ്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഞാൻ ഇന്ന പഞ്ചായത്തിൽ ഇന്ന കെട്ടിടത്തിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്, ഇന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാനിറ്ററി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യാൻ ഞാൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഹെൽത്ത് കാർഡ്, ഇത് രണ്ടും ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് അവർക്ക് നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മളുടെ ആ ഏത് ബിൽഡിംഗ് ആണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നമ്മൾ സ്വന്തമായിട്ടുള്ള കെട്ടിടമാകും, ഇനി അല്ലെങ്കിൽ വാടകയ്ക്കുള്ള കെട്ടിടമാകും, അവർ ആ ഒരു ഫീൽഡ് വിസിറ്റ് ചെയ്ത് നമ്മളെ കെട്ടിടത്തിന്റെ ശുചിത്വം കാര്യങ്ങളെല്ലാം അവർ പരിശോധിച്ച്, അതുപോലെ തന്നെ നമ്മൾക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വെള്ളം, ഇതിന്റെ എല്ലാം ലാബ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ഇത് സാനിറ്ററി സർട്ടിഫിക്കറ്റ് പ്ലസ് അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്, അവർക്ക് ഒരു ഹെൽത്ത് കാർഡ് കൊണ്ട് ഇഷ്യൂ ചെയ്ത് അവർക്ക് വേറെ സ്കിൻ ഡിസീസസോ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാണ്ട് ഫുഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ജോലി ചെയ്യാനായിട്ടുള്ള തടസ്സങ്ങളില്ല എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം അവരൊരു ഹെൽത്ത് കാർഡ് കൂടി ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ പോയിട്ട് ട്രേഡ് ലൈസൻസിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമുക്ക് ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ഈ ട്രേഡ് ലൈസൻസ് ഒരു കാലാവധി എന്ന് പറയുന്നത് അതൊരു ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടാണ്. അതായത് ഏപ്രിൽ മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് അതിന്റെ കാലാവധി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി മാസം, ഈ മാസം നിങ്ങൾ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് വെറും 2 മാസമായിരിക്കും. അതായത് നമ്മളുടെ മാർച്ച് 31 വരെ ആയിരിക്കും. അതുപോലെ ഓരോ വർഷത്തിലും മുമ്പോട്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. ഓരോ വർഷത്തേക്കുള്ള ലൈസൻസുകളാണ് അവർ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാ വർഷവും അത് പോയി നമ്മൾ പുതുക്കണം. അടുത്തായി നമുക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലൈസൻസ് എന്ന് പറയുന്നത് FSSAI രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ് ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അവരാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഞാൻ ഈ രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ആളുകൾക്കും ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുകിട ബിസിനസ്സുകൾ, അതായത് ഒരു വാർഷിക വിറ്റുവരവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നമ്മൾ ലാഭമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തിൽ 12 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ വിറ്റുവരവ് എങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ മതിയാവും. അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെറിയതായിട്ടൊരു കട, ഒരു തട്ടുകടയോ അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ ചെറിയ കടകൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നത് രജിസ്ട്രേഷൻസ് ആണ്. കാരണം അവരുടെ വാർഷിക വിറ്റുവരവ് വലിയ കൂടിയ എമൗണ്ട് ഇല്ല എങ്കിൽ 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ബിസിനസ് ഒരു വർഷത്തിൽ 12 ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങൾ വിറ്റുവരവ് എങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ലൈസൻസ് എടുത്തിരിക്കണം, സ്റ്റേറ്റ് ലൈസൻസ് നിങ്ങൾ എടുത്തിരിക്കണം. ഇനി ഈ ലൈസൻസുകൾക്കുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നല്ലൊരു ടാക്സ് കൺസൾട്ടന്റ്, അവർ ഈ ഒരു മേഖലയിൽ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ടാക്സ് കൺസൾട്ടന്റുകൾക്ക് കൊടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കും. ഇനി മൂന്നാമതായി വരുന്ന പ്രധാനപ്പെട്ട ലൈസൻസ് എന്ന് പറയുന്നത് പാക്കേജ് ലൈസൻസ് ആണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. FSSAI ലൈസൻസ് പോലെ തന്നെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പാക്കേജ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ലൈസൻസുകൾ കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു ലൈസൻസ് ആണ് GST ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി ഈ GST ലൈസൻസ് ആരൊക്കെ എടുക്കണം? GST ലൈസൻസ് എല്ലാവരും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വാർഷിക വിറ്റുവരവ് 20 ലക്ഷം വരെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് GSTയുടെ ആവശ്യം ഇല്ല. ഇനി 20 ലക്ഷം മുതൽ 1.5 കോടി വരെയാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ നിങ്ങൾക്ക് GSTയിൽ തന്നെ കോമ്പോസിഷൻ സ്കീം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും.
കോമ്പോസിഷൻ സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടോട്ടൽ വിറ്റ് വരവിന്റെ 1%, അതായത് സെയിലിന് മുകളിലാണ് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നത്. ഇനി 1.5 കോടിക്ക് മുകളിലാണ് വാർഷിക വിറ്റ് വരവെങ്കിൽ നിങ്ങൾക്ക് നോർമൽ GST ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ടാക്സ് സ്ലാബ് ഗവൺമെന്റ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ് 20 ലക്ഷത്തിൽ താഴെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോർമൽ റൂൾസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകൾക്കോ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്കോ നിങ്ങളുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഓൺലൈൻ ചെയ്യുവാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ലൈസൻസ് വേണം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുവാണെങ്കിൽ നിർബന്ധമായിട്ട് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് GST ബില്ല് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് GST ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അവർ ചോദിച്ചാൽ മാത്രമാണ് ആവശ്യമുള്ളത്. മിക്ക സ്ഥാപനങ്ങളും ചോദിക്കും, കാരണം വെച്ചാൽ അവർക്ക് അവർക്കില്ലെങ്കിൽ ടാക്സ് ലോസ് ഉണ്ടാകുന്നതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളോടത് ചോദിക്കും. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് GST ലൈസൻസ് വേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ടൊക്കെ പോകുമ്പോൾ, നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള 2 ലൈസൻസുകളെ കുറിച്ചും കൂടി ഞാൻ പറഞ്ഞുതരാം. ലൈസൻസ് അല്ല, അത് ഒരു സർട്ടിഫിക്കേഷൻസ് ആണ്. ഒന്നാണ് ISO സർട്ടിഫിക്കേഷൻ, രണ്ടാമത്തേത് HACCP സർട്ടിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ കസ്റ്റമറുടെ ഉള്ളിൽ ഒരു റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ഇമേജ് ബിൽഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി കണ്ടന്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.